പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സ്വരാജിനെ തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കുകയാണ് പാർട്ടി സെക്രട്ടറി NV ഗോവിന്ദൻ. ഭരണ നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞ് സ്വന്തം മുഖം മിനുക്കാൻ ആരുടെ ചട്ടിയിലും കൈയിട്ട് കോടികൾ പൊടിക്കുന്ന പിണറായി ഇന്നലത്തെ സ്വരാജിന്റെ കൊട്ടിക്കലാശത്തിനും വാരിക്കോരി ചിലവഴിച്ച് പരിപാടി ഗംഭീരമാക്കി. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസം പാർട്ടി സെക്രട്ടറി ഞങ്ങൾക്ക് RSSകാരുമായി അഭേദ്യമായ ബന്ധമുണ്ട്, ഞങ്ങൾ ബായിമാരാണ് എന്ന് ഒറ്റശ്വാസത്തിൽ പറയുകയാണ്. മാതൃഭൂമി അവതാരകൻ വീണ്ടും ചോദിച്ചു, ഈ സമയത്ത് ഇങ്ങനെ പറയുന്നത് വിവാദമല്ലേ എന്ന്. അപ്പോൾ എടുത്തടിക്ക് രണ്ടാമതൊന്നാലോചിക്കാതെ പാർട്ടി സെക്രട്ടറി മാഷ് പറഞ്ഞു, സത്യം പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇത് വെറുതെ നാക്കുപിഴ പറ്റിയതാണ് എന്ന് പറയാനേ പറ്റില്ല. കരുതിക്കുട്ടി സ്വരാജിനെ ഒതുക്കി തീർത്ത ഒറ്റുകാരനാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. എന്തിനാണ് എന്ന് ചോദിച്ചാൽ വടക്കൻ സിൻഡിക്കേറ്റ് അഥവാ കണ്ണൂർ സിൻഡിക്കേറ്റ് നടപ്പിലാക്കാൻ വേണ്ടി. അതെ, അതിനുവേണ്ടി സ്വരാജിനെ തട്ടിയതാണ്. ആര് പറഞ്ഞിട്ടാണ് എന്നുകൂടി ഈ അവസരത്തിൽ ചോദിച്ചാൽ അത് പിണറായി വിജയൻ പറഞ്ഞിട്ട്. അവിടെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന അടുത്ത ചോദ്യം ചോദിച്ചാൽ മരുമകൻ റിയാസിനെ രക്ഷിക്കാൻ. മുൻപും നമ്മൾ കണ്ടതാണ് കേന്ദ്ര കമ്മിറ്റിയിൽ മരുമകനെ എടുക്കാൻ പഠിച്ച പണി 18 പിണറായി വിജയൻ നോക്കിയത്. അന്നും സ്വരാജ് റിയാസിന് വിലങ്ങുതടിയായി കരുത്തുറ്റ നേതാവായി അവിടെ തന്നെ നിലയുറപ്പിച്ചുണ്ടായിരുന്നു. എന്നാൽ ശ്രീമതി ടീച്ചർക്ക് നറുക്കു വീണ് റിയാസിന്റെ കേന്ദ്ര കമ്മിറ്റി ചാൻസ് നഷ്ടപ്പെട്ടു പോകുകയാണ് ഉണ്ടായത്. അതിന്റെ മുറുമുറുപ്പ് ശ്രീമതി ടീച്ചറോട് പിണറായി പരസ്യമായി പുറത്താക്കിക്കൊണ്ട് കാണിച്ചതുമാണ്. പിന്നീടത് വലിയ വിവാദമായപ്പോൾ എങ്ങനെയൊക്കെയോ MA ബേബി ഇടപെട്ട് ശരിപ്പെടുത്തിയെടുത്തു. 55 വർഷങ്ങൾക്കിപ്പുറം പാർട്ടി ചിഹ്നം പോലും ഇറക്കിക്കൊണ്ട് അവസാന നിമിഷം വരെ UDFനെ മുൾമുനയിൽ നിർത്തി കടുത്ത മത്സരം കാഴ്ചവെച്ചു CPM എന്ന പാർട്ടി. ദിവസങ്ങളോളം നിലമ്പൂരിൽ തമ്പടിച്ചു വോട്ടഭ്യർത്ഥിച്ച കപ്പിത്താനായി പിണറായി. എല്ലാവരും കൂടി ചേർന്ന് സ്വരാജിനെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മന്ത്രിയാകാനുള്ള യോഗ്യതയും ഉള്ളപ്പോൾ സ്വരാജിനെ പിണറായിക്ക് നേരത്തെ പറഞ്ഞതുപോലെ മരുമകനെ രക്ഷിക്കാൻ പുറത്തു നിർത്തിയേ മതിയാവൂ. എന്നാൽ ഇവിടെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഗോവിന്ദന്റെ പ്രസ്താവനയെ അങ്ങനെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു. RSSും CPMും തമ്മിലുള്ള ബന്ധത്തിന് കാലങ്ങളുടെ ചരിത്ര ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന 1989 ചിത്രവുമായി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവിടെ ഷാഫി പറമ്പിൽ പറഞ്ഞു, തോൽക്കുമെന്നുറപ്പായപ്പോൾ അവസാനമായി RSSന്റെ കോളിംഗ് ബെല്ലിൽ ഒന്നടിച്ചതാണ് CPM എന്ന്. പക്ഷേ ഇവിടെ പൊളിച്ചടുക്കിയത് സന്ദീപ് വാര്യരാണ്. CPM RSS ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി കാലങ്ങളായുള്ള എല്ലാ ചരിത്ര കഥകളും മുന്നിൽ നിരത്തിക്കൊണ്ടായിരുന്നു സന്ദീപ് വാര്യരുടെ പെർഫോമൻസ്. എന്തുകൊണ്ടും ഷൗക്കത്തിന് ഇതൊരു വലിയ അവസരമായി മാറി. പക്ഷേ അപ്പോഴും വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പരാജയപ്പെടുത്താൻ RSSുമായി ഒരു കൈകോർക്കലിനുള്ള സൂചനയുടെ ആദ്യ പടിയായും ഗോവിന്ദൻ മാഷിന്റെ ഈ പ്രസ്താവനയെ കാണാം. ഇവിടെ സ്വരാജിനെ തോൽപ്പിക്കാനും അവിടെ 2026 UDFനെ തോൽപ്പിക്കാനും ഗോവിന്ദൻ മാഷ് കൃത്യസമയത്ത് പുറത്തെടുത്ത ഒരേ ഒരു വജ്രായുധമാണ് RSS.